നമ്മൾ ഈ ഒരു വഴി കൂടെ മെല്ലെ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം കാണുന്ന ടാർപ്പായിട്ട് ആ ഷെഡിൻ്റെ അവിടേക്ക് എത്താൻ. അവിടെയാണ് ഈ വല വീശുന്ന സ്ഥലം. അവിടെ നമ്മൾ മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ട്. മുന്നേ വരുമ്പോൾ ഇവിടെയൊക്കെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം. ഇവിടെ നല്ല ആഴമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത്ര ആഴമില്ല എങ്കിലും കൂടിയിട്ട് മുട്ടിന് വെള്ളമുണ്ട്. മുട്ടിന് വെള്ളത്തിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ. ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് പോവുകയാണ്. വേറെ ഒന്നല്ല, ചെറിയൊരു വല വീശലിൽ വന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും കിട്ടിയില്ല. ഇന്ന് നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം വല വീശുന്നതൊക്കെ. അവിടെ കാണാണ്ടാ ഞാൻ കുറച്ചും കൂടെ അടുത്തേക്ക് പോരെ, കാണാൻ ക്ലിയറില്ലെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് വീശിൽ നമ്മൾ വീശിരിക്കുകയാണ്. ദൈവത്തിനറിയാം എന്ത് കിട്ടുന്നു. ആ സെൻറ്ററിൽ പോയി കട്ട് ചെയ്ത് വെച്ചാൽ ചോപ്പ് മോളിൽ കാണണ്ട. അതിൽക്കൂടെ നോക്കുമ്പോൾ കാണാണ്ട. അടിപൊളിയൊക്കെ വീഡിയോകളൊക്കെ ഉണ്ട് അല്ലേ? ബിരിയാണല്ലേ നീ കിട്ടാനാണ് അതിൻ്റെ അടുത്ത് വന്നാ ഒന്നുമില്ലല്ലോ. അതാണ് ഇപ്പോൾ ആരും വിഷാത്തതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്ത ഒന്നുമില്ല. കാണാൻ കൈ കാണല്ലോ. മുട്ടില്ലാതായതുണ്ടല്ലേ? ആ എനിക്ക് സംശയമുണ്ട് ഇവിടെ. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പോയിട്ട് എന്താവുന്ന സത്യം പറയല്ല, ആദ്യം പോലെ വീഴ്ച കൊടുത്തൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടാ. അപ്പോൾ ഞങ്ങൾ വേറെ സ്പോട്ട് നോക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളിപ്പോൾ ആ ഭാഗത്താണ് വല വീഴ്ചയുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ അച്ഛനും കൂടിയിട്ട് ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങിയുള്ളതാണ്. 2 അടിക്കുക പരിപാടി ആയിട്ട് ഇറങ്ങിയുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ വല വീഴ്ച ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എറിഞ്ഞു നോക്കാം. ഇവിടെ എന്താ അവസ്ഥ? മീനെ കിട്ടാൻ അധികം പുലർച്ചെയാണ് ഇവിടെ വീശണം, രാത്രിയും. ഇപ്പോൾ പകലത്തെ വിശേഷങ്ങളൊന്നും അറിയാറില്ല. പിന്നെ ഇപ്പോൾ മീനൊക്കെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വലയാണ്. ഇങ്ങോട്ട് അറിയണ്ട, അങ്ങോട്ട് തട്ടിട്ടിട്ട് അവിടെ അവർ മീൻ തടുത്തിക്കല്ലേ, മീൻ വന്നപ്പോൾ വൃത്തിയൊക്കെ വേണ്ടിയിട്ട്.
ഉം. ഉം. എന്തോ അടിക്കുന്നുണ്ടല്ലോ. മീൻ ഉണ്ട് കേട്ടോ. ആകുമ്പോ പിലോപ്പിയോ കാണിക്ക് പിലോപ്പിയോ കരിപ്പടി എന്താ പിലോപ്പിയോ ഇതൊക്കെ. ഉം. ഉം. ഒന്നും ചെയ്യണ്ട. എവിടുന്ന അടിക്കണ സൗണ്ട് കേട്ടെ. അപ്പോൾ ഒരു പല നമുക്ക് 2 മീനാണ് ഇപ്പോൾ വലവീശയിൽ കിട്ടിയത്. അപ്പോൾ നമ്മളെ സ്പോട്ട് ഇതാണ്, കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഇതൊരു പാലത്തിൻ്റെ അടി കേട്ടോ, മേലെ കൂടെ റോഡാണ്. റോട്ടിലൂടെ ഇത് നീണ്ടു കൊണ്ടു കിടക്കുന്നത് കടലേക്ക് ജോയിൻ്റുള്ള ഒരു പുഴയാണ്. പുഴ ചുരുങ്ങി കനാലായി മാറിയതാണ്. ചാവക്കാട് കനോലി കനാൽ എന്ന് പറയുന്നതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വല വീശുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് മീൻ ഇപ്പോൾ ഫസ്റ്റ് വീശലിൽ തന്നെ നമുക്ക് 2 മീൻ കിട്ടി. ഒരു വലിയ ഫിലോപ്പി നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഫിലോപ്പിയാണ്. ഒരു വെള്ളത്തിൽ പോട്ടാന്ന് പറയും ഞങ്ങൾ, പോട്ട. അപ്പോൾ ഈ 2 മീനുകൾ ഇപ്പോൾ കിട്ടി. അത് ഞാൻ പെട്ടെന്ന് തന്നെ വല വലിച്ച്, അതുകൊണ്ടാണ്. അപ്പോൾ വല ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വീശൽ തുടങ്ങാം. പിന്നെ ക്യാമറ അത്ര ക്ലിയർ ഉണ്ടാവില്ല, ഫാദറാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ തുടർന്ന് നമുക്കൊരു 5-8 മീനെ പിടിച്ചിട്ട് പോകണം, അതാണ് പരിപാടി. നൈസായിട്ട് ഇന്നത്തെ സൺഡേ ആഘോഷിക്കുക എന്നുള്ള പരിപാടിയാണ്. പടിഞ്ഞാട്ട് പോയ റോഡ് മറ്റേ നമ്മളെ തേപ്പണിക്കാരൻ അവൻ്റെ ഭാഗത്ത് നല്ല പുഴയുള്ളത് എന്തൊക്കെ കണ്ടോ. അവിടെ ഒരു ദിവസം പോവും. ഏറ്റർക്കറിയണം അവിടെ. ആ വരയുടെ മൂൾമ തട്ടിയാ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നെക്സ്റ്റ് റെസ്റ്റ്, അതാണ് നമ്മുടെ പരിപാടി. റെസ്റ്റ് എടുക്കുക, വല ക്ലിയർ ചെയ്യുക. ഇത് കാണാമല്ലോ അതിൽ, വല ക്ലിയർ ചെയ്യുക എങ്ങനെയായിട്ടാണ്. വല ക്ലിയറായി. 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ മീൻ വരട്ടെ എന്തായാലും. ഇവിടെയൊക്കെ മീൻ വരും. മഴച്ചാറിലും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് മീൻ കിട്ടും. നമുക്ക് സംഭവം ഒരു 2 കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളിക്കും. നമ്മളങ്ങനെയാണ്. ഞങ്ങൾ ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഏതോ നാറികൾ വന്നിട്ട് കുറേ ഫുഡ് വേസ്റ്റ് ഇവിടെ എറിഞ്ഞിട്ട് പോയി. ഫുഡ് വേസ്റ്റ് എറിയണതുകൊണ്ട് കുഴപ്പമില്ല, ഫുഡ് എറിയാം. പക്ഷേ ആ വേസ്റ്റ് എറിയണത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ. നോക്കിയേ, ചപ്പാത്തിയാണ് കിടക്കുന്നത്. ഇപ്പോൾ വലിയൊരു ഇതാക്കണ്ട, കുബൂസ്, ചപ്പാത്തി, ഇതൊക്കെ ഈ പരന്നെടുക്കണമൊക്കെ അതാണ്. എന്നുവെച്ചാൽ ഈ ഫുഡ് ആ കവറ് പൊട്ടിച്ചിട്ട് ആ പാക്കറ്റ് അവർ ഹരിതസേനയ്ക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഫുഡ് ഇതിൽ കൊടുത്തിട്ട് വെച്ചെങ്കിൽ ആ മീനുകൾ ഭക്ഷിച്ചായിരുന്നു. പക്ഷേ ഇതൊരു ഉപകാരമില്ലാത്ത സംഭവമാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പുഴ മലിനീകരണപ്പെടുത്തുന്നതെന്ന് പറയുന്നത് നമ്മളെ ആൾക്കാർ തന്നെയാണ്. വളരെ മോശം പ്രവർത്തിയാണ് ഈ പാലത്തിൻ്റെ കൊണ്ടാണ്. ഈ ഇതിന് മുകളിൽ നിന്ന് ഒരു വണ്ടി കൊടുന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് തട്ടിയതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇവിടുന്ന് ചീത്ത പറഞ്ഞപ്പോൾ അവർ വണ്ടി എടുത്ത് പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരു വലിയൊരു കവറ് സാധനം ഇറങ്ങിയിട്ടുണ്ട്, അത് ഇതിൻ്റെ അടിക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അതെന്ത് പണ്ടാറാണ് അവന്. അല്ല, കുബൂസാണ് ഈ കാണുന്നത് കിടക്കുന്നത്. ഹോട്ടൽ വേസ്റ്റാണ്, ഹോട്ടലിൽ നിന്ന് എറിഞ്ഞുള്ള സംഭവമാണ്. ഹോട്ടലിൻ്റെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ. എന്തായാലും നമ്മൾക്ക് നമ്മളെ മീൻ പിടുത്തം തുടരാം. ഫാദർജി ജാതി പോസിലൊക്കെ ഇങ്ങോട്ടില്ല.
അങ്ങനെ ആ പോവാ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഇറങ്ങിയുള്ള ലാഭം ഒന്ന് സ്റ്റഡി ആയിട്ടില്ല കുറച്ച് കാര്യമൊന്നുമില്ലേ ഒരു എന്തോട്ടോ പിലോക്ക് കുട്ടി എന്തോ ഉണ്ടായിരുന്നു അത് മാത്രമല്ലോ അപ്പം നിർത്തിക്കാം പ്രത്യേകിച്ചൊന്നുമില്ല കട്ടി സംഭവം നമ്മൾ കുറച്ച് നേരത്തിന് മീൻ പിടുത്തം നിർത്തി കുറച്ച് നേരത്തിനല്ല ഇനി വീട്ടിൽ പോണ വഴിയിൽ വല്ലതും കണ്ട വീശാന്നുള്ള രീതിയായി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കണ്ട ഈ ഒരു പിലോപ്പിയും 2-3 ചെറുമീനും കിട്ടിയിട്ടുണ്ട്, പൊടിമീൻ. അപ്പോൾ നമ്മൾ വലതാണ്. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, സമയം വാങ്ങി തുടങ്ങി, ഉച്ചയായി 12:30 കഴിഞ്ഞു. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ഇന്നത്തെ ഇത് അവസാനിക്കുകയാണ്. സംഭവം നമുക്ക് എന്നും മീൻ കിട്ടാറില്ലേ ചോദിച്ചാൽ കിട്ടുന്ന ദിവസം നമ്മൾ വീഡിയോ എടുക്കാറില്ല. നമ്മളിവിടുന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങണ്. അപ്പോൾ മീൻ കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല നമ്മൾ വെയിറ്റ് ചെയ്യണില്ല. മീൻ കിട്ടിയിട്ടുമില്ല, കാര്യമായിട്ടല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു പിലോപ്പിയാണ് കിട്ടിയുള്ളത്. ഒരു പിലോപ്പിയും 2 പൊടിമീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ളത് നമ്മൾ ആഘോഷിക്കും, അത് വേറെ കാര്യം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കിട്ടാത്ത വീഡിയോ മാത്രം ഇടുന്നു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വീഡിയോത്തെ സമയത്ത് മീൻ കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫുള്ള് വെള്ളത്തിലിറങ്ങി ഷെഡി പുറത്ത് നിന്നിട്ടാവും മീൻ പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാത്തത്. ഞങ്ങൾക്ക് സമൃദ്ധി മീൻ കിട്ടാറുണ്ട്, കിട്ടായിക്കൊന്നുമില്ല. ഇഷ്ടം പോലെ മീൻ പിടിക്കും, തിന്നു കാര്യങ്ങളൊക്കെ ഞങ്ങളുള്ളതാണ്. ഞങ്ങൾ അത്യാവശ്യം മീൻ മറ്റുള്ളവർക്ക് കൊടുക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ വേറെ നമുക്ക് കിട്ടാത്ത വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ നേരത്താവുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ നിന്നിട്ട് മീൻ പിടിക്കേണ്ടത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ അധ്വാനിച്ച് മീൻ പിടിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത്. തുടങ്ങുള്ളൂ. ഒരു വല നിറച്ച് മീൻ കണ്ടോട്ടാ. ഇതിപ്പോൾ ഞാൻ വീശിട്ട് കയറ്റിയ വലയാണ് കേട്ടാ. ഒക്കെ പാലാത്തനാണ്, പാലാത്തൻ ഒരു കല്ലുത്തി. അപ്പോൾ ഇതിൽ അത്യാവശ്യം മീനുണ്ട്. അപ്പോൾ നമ്മൾ അകലേക്കറിഞ്ഞ് ഇതുവരെ ഒന്നും കിട്ടാത്ത കാരണം വീഡിയോ എടുക്കാണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് വലിച്ച് കയറ്റിയത്. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാ മീനും കൂടി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീനൊന്ന് കാണിച്ചു തരാം.
തൊത്തുപൊടി ഇതാ ഒന്നുകൂടാണ്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല. അപ്പോൾ ആ മീനിനെ കാണിച്ചുതരാം. നമ്മൾ സൈനിങ് പറയണേ. അപ്പോൾ കുറച്ച് മീൻ കിട്ടി, നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടാ, പ്രതീക്ഷിക്കാത്ത മീനാ കിട്ടിയുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ വല ഈ കാണാണ്. ഇതാ മീനെ കണ്ട മീനെ ചെറിയാണ്. ഇതാ അല്ല പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാലാത്തനാണ് കൂടുതലായിട്ട്. മീൻ കിട്ടായികൊന്നുമില്ല. അപ്പോൾ നമ്മളെ വിശലിനും മീൻ കിട്ടും അല്ലേ തക്കടുക. അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടാട്ടാ. എൻ്റെ വീട് ഇവിടെ മീൻ കിട്ടാണ്ട് വന്നാൽ അമ്മ ചീത്ത അറിയും. വേറെ ഒന്നുമില്ല, നമ്മളെ ഈ പാടത്ത് ഇവിടെ തന്നെ ഒന്ന് വീശി കഴിഞ്ഞാൽ അത്യാവശ്യം കല്ലുത്തി കടുവൊക്കെ കിട്ടണതാണ്. അപ്പോൾ അതിലക്ക് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. പിള്ളേർ മീനിൽ കൈയിട്ട് ഇളക്കണേ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്, തറവാടാണ്. അപ്പോൾ എൻ്റെ 2 മക്കളും എൻ്റെ കുട്ടിയും കൂടിയിട്ടാണ് നിൽക്കണത്. കുഴപ്പമില്ല, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച കാരണം വീട്ടിലേക്ക് ഇറങ്ങിയാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് ഇങ്ങനെ ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ അച്ഛന് പറ്റണ രീതിയിൽ അച്ഛൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ മീൻ കേട്ടോ. ഇത് തൊണ്ണിവാള എന്ന് പറയും ഈ മീനിനെ. പടായുണ്ട്. ഓ മൂപ്പര് പടായുണ്ട്. ആ മീമി പൊന്നുപൊട്ടിയെ മീമിയോടെ പിലോപ്പി അല്ലേ? പിലോപ്പിയൊക്കെ പടായിട്ടാ. ഒന്ന് നോക്കും. അതൊക്കെ നന്നാക്കാം. രാധനെ വിളിച്ചോ? രാധ നന്നാക്കും. രാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ്. അമ്മേനെ ഒരു രാധ എന്ന് വിളിക്കുക. അന്നാബസ് കരിപ്പിടി പറയും. വലിയ കരിപ്പിടിയാണ്. അപ്പോൾ അന്നാബസ്സാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല വരട്ടെ. വലിയ കരിപ്പിടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ബൈ ബൈ. ഒരു സംഭവം കാണിച്ചേട്ടാ. മമ്മി വെറുതെ എടുത്തേക്കാനെന്നാ. അമ്മ ഒന്ന് നോക്കിയാ നോക്കി. ഇത് നിങ്ങളുടെ അടിക്ക് വരാൻ വലിയ താമസമൊന്നുമില്ല. പിന്നെ നിങ്ങളെ കാണില്ല. അപ്പോൾ നിങ്ങളിന്ന് വല വിഷയം പിടിച്ച് ഇത് ഇവിടെ എനിക്ക് ഉണ്ടായിക്കോട്ടെ, എൻ്റെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ ആ വീഡിയോ. ഇല്ലല്ല കണ്ട കിട്ടിയ മീനൊക്കെ അമ്മ നന്നാക്കി തരണേ. കണ്ട ഇതാണ് അമ്മ. തുക്കൊണ്ടുപോ. എന്ത് ചെയ്യണേ? കുത്തിയാ? കടിച്ചാ? മീൻ കടിച്ചാ? അയ്യോ തള്ളലാട്ടാ, തള്ളല്. രാധയെ കടിച്ചു എന്നാണ് പറയണത്. മീൻ കടിച്ചൂലേ? ഏത് വരലുമേ കടിച്ചേ? വിരല് മാറൂട്ടാ. ആ വിരലുമേ കടിച്ചേ. ഇനി ഏത് വരലുമേ വേറെ കടിച്ചേ? എന്താ? അടുത്ത ആള് ഇത് ഇടാ. ഒരു പാത്രം കൊടുത്തേ. മുള്ളുണ്ടാ? കയ്യുമ്മ മുള്ളു കയറിയാ? ഒന്നുമില്ല അതില്.